ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മൊത്തം ചർച്ചാ വിഷയം. ഏറ്റവും ഒടുവിൽ നിന്ന് അമ്മ പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ആദ്യമായിട്ട് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചില ഉത്തരങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഇതിനപ്പുറത്തേക്ക് എന്ത് പറയാനാണ് ഇത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല മറുപടി പറയേണ്ടത്, മലയാള സിനിമാ മേഖല ഒന്നാകെ ഇതിന് ഉത്തരവാദികളാണ് അല്ലെങ്കിൽ മറുപടി പറയേണ്ടതാണെന്നൊരു നിലപാട്. അപ്പോൾ മാധ്യമങ്ങൾ ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവല്ല അദ്ദേഹം തരുന്നത്, ഇതല്ല ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഏതാനും ദിവസം മുമ്പ് രാമനിലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിയുടെ അടുത്തും മാധ്യമങ്ങൾ ഇതുപോലെ ചോദ്യവുമായി ചെന്നു. അന്നും സുരേഷ് ഗോപി തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് കുത്തിക്കൊണ്ട് ചെന്നപ്പോൾ സുരേഷ് ഗോപി അവരെ പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ വഴി നടക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവല്ല അവർ തരുന്നത്, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമുക്ക് ഒരു പ്രത്യേക നടപടിക്രമം അല്ലെങ്കിൽ ഇതിനൊരു ചട്ടം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവമില്ല ശരിക്കും. മാധ്യമപ്രവർത്തകർക്ക് ഓരോരോ സമയത്തും ഓരോരോ സാഹചര്യങ്ങളിലും എന്തൊക്കെയാണ് തോന്നുന്നത് അതിനനുസരിച്ച് ഒരു പ്രവർത്തനമാണ് സാധാരണ രീതിയിൽ അവർ നിർവഹിക്കും. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാമുഖ്യമുണ്ട്. ആ പ്രാമുഖ്യം എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയിൽ മാധ്യമങ്ങളുടെ ഒരു സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നതാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു പൊസിഷനിലാണ് നമ്മളിവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു കറക്റ്റിംഗ് ഫോഴ്സായിട്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു പൊതുധാരണയാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഉയർന്ന സ്ഥാനമാണ് എല്ലായിടത്തും കിട്ടുന്നത്. ആ സ്ഥാനം വെച്ചുകൊണ്ട് ആണ് അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ തങ്ങളുടെ നിയന്ത്രണ രേഖ തങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മാധ്യമങ്ങൾ ഇതുവരെ നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. തെറ്റായ വാർത്തകൾ പോലും റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ അടിച്ചുവിടാറുണ്ട്. കുറേ കഴിയുമ്പോൾ തെറ്റാണെന്ന് തെളിയിക്കുമ്പോൾ അയ്യോ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് മാപ്പ് പറയുന്ന ഒരു ശീലം അവരുടെ ഭാഗത്തുനിന്നില്ല. അവർ നിശബ്ദരായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. അതൊക്കെ സമൂഹം സഹിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഈ വിഷയം എന്ന് പറയുന്നത് ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയും. അതിൽ 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എപ്പോഴും കിട്ടുന്നത് നടികൾക്കും നടന്മാർക്കുമാണ്. അവരെ താരങ്ങളായിട്ടിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് സമൂഹം. എവിടെയെങ്കിലും പരിപാടികൾക്കൊക്കെ സിനിമാ താരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തൊടാനും ഉമ്മ വെക്കാനും ഒക്കെ ഉള്ള ഒരു ആവേശം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ആയിത്തീരുകയും ആ താരാരാധനയിലാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള താരലോകമാണ് ഇടിഞ്ഞു വീഴുന്നത് ഇപ്പോൾ എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ സംഭവം വരുന്നത് അവർ തന്നെ ആവശ്യപ്പെട്ട് സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിയമിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുക. റിപ്പോർട്ട് പുറത്തു വന്ന സമയം 4.5 കൊല്ലം മുമ്പ് ഇത് പുറത്തു വരുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇതിൻ്റെ അസ്ഥികൂടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അതിൻ്റെ ചീഞ്ഞു നാറ്റങ്ങളും അവർക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇതുകൊണ്ട് ഇത് പുറത്തുവിടാനായിട്ട് തയ്യാറല്ലായിരുന്നു സർക്കാർ. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ അവരെ കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ കുറ്റവാളികളെ സംരക്ഷിക്കൽ മാത്രമല്ല, ഈ ഇൻഡസ്ട്രി തകരുക, സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പ്രതികളായി മാറുക, ഇതൊക്കെ കണ്ടപ്പോൾ ഇത് ചെയ്താലുണ്ടാകാവുന്ന ഒരു കോളിളക്കം അത് ഭയന്ന് സർക്കാർ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോൾ ഇവിടെ IT ആക്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ കൊടുത്തു, കോടതി ഇടപെട്ടു. അങ്ങനെ അവസാനം പുറത്തു വന്നതിന് ഭാഗ്യമായിട്ട് കഷ്ണങ്ങളൊക്കെ ആയിരുന്നു പുറത്തു വന്നത്. അതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ യഥാർത്ഥത്തിലില്ല. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അതിൽ വരാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. ഓരോ നടികളും വന്ന് ഇവരൊക്കെ ഞങ്ങളെങ്ങനെ പീഡിപ്പിക്കായിരുന്നു എന്നുള്ളതൊക്കെ വിളിച്ചു പറയാനായിട്ട് തുടങ്ങി. രഞ്ജിത്തിൻ്റെ കാര്യം അങ്ങനെയാണ്, ഹേമ കമ്മിറ്റിയിലില്ലാത്ത സംഭവമാണ്. പക്ഷേ ഒരു നടി പറഞ്ഞു അയാളിങ്ങനെ എന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. വലിയ ഗുരുതരമായിട്ടുള്ള ഇതൊക്കെ പുറത്ത് വന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു. ആ മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. അല്ല, അവർ ഒന്നിനു പുറകെ ഒന്നായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറയുന്നു അമ്മ എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയനൊന്നുമല്ല, ഇത് ഒരു വെൽഫെയർ സംഘടന, മീൻസ് അങ്ങനെ ഒരു രൂപീകരിച്ചാണ്, നടന്മാരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മലയാള സിനിമ ഒന്നാകെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ മോഹൻലാൽ
മോഹൻലാൽ അഭിനയം കാഴ്ചവെക്കുന്നു. മോഹൻലാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ഉത്തരങ്ങൾ നൽകുന്നത്. മോഹൻലാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. മോഹൻലാലിന് ഒഴിഞ്ഞു മാറാനുള്ള അവകാശമുണ്ട്. കാരണം എന്ത് പറയണം പറയേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയല്ലേ. EP ജയരാജൻ്റെ അടുത്ത് മാധ്യമങ്ങൾ പ്രതികരണം തേടി കണ്ണൂരിലെ വസതി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും പറയാൻ ഉണ്ട് അല്ലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിളിച്ചോളാം, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് കടക്ക് പുറത്ത് അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക, എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു സുരേഷ് ഗോപിയോ ഒരു മോഹൻലാലോ ആക്രമിക്കാൻ കഴിയുന്നവരെ മാത്രം ആക്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് ചില മീഡിയ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ല, ഈ അജണ്ട സെറ്റ് ചെയ്തിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന് അവർ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അവർക്ക് സെൽഫ് ക്രിറ്റിസം വേണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതവർക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നാണ് അവർ ധരിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ എപ്പോഴും എല്ലാ ആളുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ധാർഷ്ട്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രകടമാക്കപ്പെടുന്നത്. ഇതും മാധ്യമങ്ങളിൽ ധാർഷ്ട്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, മോഹൻലാൽ എന്ത് പറയണം എന്ന് മാധ്യമങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തീരുമാനിക്കാൻ പാടില്ല. കാരണം മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അയാൾ ഇന്നത് പറയണം എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കലല്ല. പകരം അയാൾ എന്ത് പറയുന്നു അത് കേട്ട് കഴിഞ്ഞിട്ട് അത് സമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് മാധ്യമങ്ങൾ തെന്നിമാറി മാധ്യമങ്ങൾ തന്നെ വലിയ തരത്തിൽ വിധികർത്താക്കളായി മാറുകയാണ് ചെയ്യുന്നത്. അവരാണ് കോടതി, അവരാണ് വിധിക്കുന്നത്. അങ്ങനെ വിധിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നവും അതുപോലെ മോഹൻലാലിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം മോഹൻലാൽ പ്രസംഗിക്കേണ്ടത്, അല്ലെങ്കിൽ സംസാരിക്കേണ്ടത്, പ്രസ്താവന നടത്തേണ്ടത് എന്ന് മാധ്യമ ഓഫീസിനകത്തിരുന്ന് അവർ തീരുമാനിച്ചു. അതയാൾ പറഞ്ഞില്ല. അയാൾ പറയാത്തിടത്തോളം കാലം അവർക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ടാകുന്നില്ല, അദ്ദേഹത്തെ എതിർക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്യുന്നത്. മോഹൻലാൽ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതല്ല, നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. മോഹൻലാൽ പറഞ്ഞ കാര്യം ഇതാണ്, ഇത് കോടതിയിലിരിക്കുന്ന കാര്യമാണ്, ഇതിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് കഴിയില്ല. പോലീസും സർക്കാരുമാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടത്. ഒന്ന്. രണ്ട്, അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ മേഖലയിൽ ജീവിക്കുന്നതായിട്ടുള്ള ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഇതൊരു വെൽഫെയർ സൊസൈറ്റിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ വെൽഫെയർ സൊസൈറ്റിയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടികളെടുക്കാം എന്നുള്ളതാണ്. അധാർമിക പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിപ്രായ പ്രകടനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ, തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഈ കാര്യമാണ് മോഹൻലാൽ വ്യക്തമാക്കിയത്. നമുക്കറിയാം ഇതിനകത്ത് വലിയ അധാർമികത നിലനിൽക്കുന്നുണ്ട്. കാരണം സ്ത്രീകളോട് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ്, ആ പെരുമാറ്റമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് സംസാരിക്കുന്നതാണ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷേ മോഹൻലാൽ ആ ധാർമ്മികതയുടെ ഭാഗത്തല്ല പ്രവർത്തിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ അമ്മയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അത്തരത്തിൽ ധാർമ്മികതയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ഈ ഇൻഡസ്ട്രിയിൽ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ഇതല്ലേ. ഇവർക്ക് ഇത് രഹസ്യമൊന്നുമല്ല, അവരുടെ ഇടയിൽ അത് പരസ്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടോ നിലനിൽപ്പോ അതിനകത്ത് അസാധ്യമാണ്. സുരേഷ് ഗോപി പോലും BJP-കാരനാണ്, BJP-യുടെ MP ആണ്, BJP-യുടെ മന്ത്രിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം മുകേഷിനെതിരെ നിലപാടെടുത്തില്ല എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ നിലപാടല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം എടുക്കാതിരുന്നത്. അത് വ്യക്തിപരമായിട്ട് അവരുടെ സൗഹൃദത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒരു പ്രശ്നം എന്ന നിലക്കാണ് അദ്ദേഹം അതിനകത്ത് നിശബ്ദനായതിനായിട്ട് ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്സ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഉടനെ തന്നെ പറയുമായിരുന്നു, ഇവൻ രാജിവെക്കണം, ഇതിനു വേണ്ടി വിട്ടിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി ചോദിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടായപ്പോൾ ഇതേ മുകേഷ് തന്നെ ഒന്നും റിയാക്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് ഞാൻ അത് അനുചിതമായ കൈവെപ്പാണൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. കാരണം ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ എപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്ന എങ്ങനെയാണ്, ഇവർ പൊളിറ്റിക്കൽ ഫിഗേഴ്സായിട്ട് വരുന്ന സമയത്താണ്. അല്ലെങ്കിൽ നമ്മളതൊന്നും അന്വേഷിക്കില്ല. പൊളിറ്റിക്കൽ ഫിഗേഴ്സായിട്ട് വരുന്ന സമയത്ത് ഇവർക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് രാജിവെക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലാണ്. പക്ഷേ സിനിമാ ലോകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗത്ത് ഇത്തരത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ അകത്ത് പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുറത്തവർ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുന്നത്. അതവരുടെ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു കൂട്ടായ്മയുടെ പ്രശ്നമാണ്. അത് ശരിയോ തെറ്റെന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഇവരെല്ലാം സംസാരിക്കണം, പെരുമാറണം, പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒക്കെ തന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അത് അങ്ങനത്തെ ഒരു മേഖലയല്ല അത് വേറെ ഒരു സംഭവമാണ്. ഇപ്പോൾ നമുക്ക് കള്ള് ഷാപ്പുകൾ, ബാറുകൾ, അതിനകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സാംസ്കാരിക രീതികൾ എന്ന് പറയുന്നത് വേറൊന്നാണല്ലോ.
സാധാരണ മനുഷ്യൻ്റെ ഒരു സംസ്കാരമല്ല, അത് വേറൊരു സാധനം. അതുപോലെ സിനിമാ ലോകത്തും ഇതേപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രക്രിയ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, അതിൻ്റെ നിയന്ത്രണ രേഖ എന്താണ് എന്ന് വേണമെങ്കിൽ പൊതുസമൂഹത്തിന് തീരുമാനമെടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനകത്ത് കയറി ഇടപെടുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അപകടകരമായി തീരുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതിന് വരും. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് അത്തരം കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നടക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു മൂല്യം അത് നിലനിർത്താൻ കഴിയുന്ന ഒന്നായിട്ട് സിനിമ മാറണം, സാഹിത്യം മാറണം, അതേപോലെ തന്നെ രാഷ്ട്രീയം മാറണം, മതം മാറണം, എല്ലാം മാറണം എന്ന് പറയുന്ന ഒരാളാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് വെച്ച് എല്ലാത്തിനെയും വിലയിരുത്താനായിട്ട് പറ്റും. പക്ഷേ സിനിമാ മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്കൊന്നും അവരുടെ ഇടയിൽ ഒരു പ്രസക്തിയുമില്ല. അവർക്ക് വലിയ തരത്തിൽ ആരാധന ലഭിക്കുന്നു, അംഗീകാരം ലഭിക്കുന്നു, അവർ പ്രത്യേക തരത്തിൽ ജീവിക്കുന്നു. പല ആളുകളും തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ കുടിച്ചു മരിച്ചവരാണ്, നമുക്കറിയാവുന്നതാണ്. കരൾ തകർന്ന് തരിപ്പണമായിട്ട് മരിച്ച ആളുകളാണ്. അവർ കുടിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവരുടെ മേഖലയിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ എത്രത്തോളം കാര്യങ്ങൾ പോകാം എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കോംപ്രമൈസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു കോർഡിനേറ്റർ പോലെയാണ് അമ്മയുടെ പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുള്ള, അതായത് ഒരു കുടുംബത്തിലെ അതെ അംഗങ്ങളെ പോലെ അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയും പറഞ്ഞ് പരിഹരിക്കാൻ ആ ഒരു നിലപാടിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ മാധ്യമങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ആ രീതിയിലേക്ക്, ആ ആംഗിളിലേക്ക് വളച്ചുകൊണ്ട് വരും. പക്ഷേ നല്ല ഒരു ഉത്തരം പറയാൻ നിൽക്കുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾക്കത് മനസ്സിലായാൽ അയാൾ കൃത്യമായിട്ട് വഴുതി മാറിയിട്ട് വേറൊരു ഉത്തരം പറയും. ഇവിടെയും മോഹൻലാൽ പറഞ്ഞു തൻ്റെ പുതിയ സിനിമ, ആ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു, എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം അവഗണിച്ചു. പകരം മോഹൻലാൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, മോഹൻലാൽ അഭിനയം കാഴ്ചവെക്കുന്നു. അപ്പം മാധ്യമങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉത്തരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ആ ഒരു നിലപാട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, അത് ശരിയായ കാഴ്ചപ്പാടല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഐഡൻറ്റിറ്റി, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്, എനിക്ക് പറയാനുള്ളത് എന്നെ അനുവദിക്കുക, എനിക്ക് പറയാൻ എന്താണുള്ളത് അത് പറയാൻ എന്നെ അനുവദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീണ്ടും ചോദ്യം ചെയ്യാം, പക്ഷേ എൻ്റെ അഭിപ്രായം ഞാനല്ലേ പറയുന്നത്, നിങ്ങളാണോ പറയുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. മോഹൻലാൽ എന്ത് പറയുന്നത് മോഹൻലാൽ തീരുമാനിക്കും, അത് മാധ്യമങ്ങളല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ, അതിൽ സംബന്ധിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ ഇനിയും വരട്ടെ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. തീർച്ചയായും.